വണ്ടിപ്പെരിയാറ്റില് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന കേസിലെ വെറുതെ വിട്ട പ്രതി കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരാകാനായി കോടതി നിർദ്ദേശം. കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു വണ്ടിപ്പെരിയാറ്റിലെ ചൂരക്കുളം എസ്റ്റേറ്റിലെ ലയത്തിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന കേസ്. തൊട്ടടുത്ത ലയത്തിൽ താമസിക്കുന്ന അർജുൻ എന്ന ആളെ പ്രതിയാക്കി പോലീസ് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തു. പോലീസിന് ഇതിനകത്ത് വളരെയധികം തെറ്റുകുറ്റങ്ങൾ പറ്റി. അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന TD സുനിൽകുമാർ, അദ്ദേഹത്തിന്റെ അന്വേഷണം പെർഫങ്ചറി അന്വേഷണമായിരുന്നു. അദ്ദേഹം പാർട്ടിക്കാരുടെ ഒപ്പം ചേർന്നു. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേരത്തെയുള്ള ഒരു സെക്രട്ടറിയുടെ മകനാണ് പ്രതി, DYFIക്കാരനാണ് അർജുൻ. തൊട്ടടുത്ത ലയത്തിലുണ്ടായിരുന്ന 6 വയസ്സ് കുട്ടിയെ കൂടെ മിഠായി കൊടുത്ത് അതിനെ വശത്താക്കി അതിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി, എന്നിട്ട് കെട്ടിത്തൂക്കി. അത് കയറി കുരുങ്ങി മരിച്ചെന്നാക്കി. പോലീസും അതിനൂടെ ചേർന്നു ആദ്യം. പിന്നെ അതിശക്തമായ പ്രക്ഷോഭണങ്ങൾ വന്നപ്പം പോലീസ് നിറം മാറി. അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറായ TD സുനിൽകുമാർ, അദ്ദേഹത്തിന് പാർട്ടിക്കാരോട് സ്നേഹം തോന്നിയിട്ടുണ്ടാവണം. അവിടെ ഒരു DYSP ഉണ്ടായിരുന്നു SC/ST കേസിനകത്ത്. ഈ കേസിനകത്ത് SC/ST ഒഫൻസ് ഉള്ളതുകൊണ്ട് DYSP അന്വേഷിക്കണമായിരുന്നു, അതുകൊണ്ടായില്ല. സർക്കിൾ ഇൻസ്പെക്ടർ ആണ് ഈ കേസ് അന്വേഷിച്ചത്, സാഹചര്യ തെളിവ് മാത്രം. അതേസമയത്ത് ആ പ്രതിയെ ശിക്ഷിപ്പിക്കാനുള്ള, പ്രതിയെ കുരുക്കാനുള്ള കൃത്യമായ തെളിവുകൾ അവിടെ ഉണ്ടായിട്ടും CI അവയൊന്നും കണ്ടെടുത്തില്ല. ആ കുട്ടിയെ ആ ബെഡ്റൂമില് അല്ലെങ്കിൽ ബെഡിലിട്ട് പീഡിപ്പിച്ച സമയത്ത് അവിടെ ഉണ്ടായ സെമന്, ബ്ലഡ്, ഹെയറിന്റെ സാമ്പിളുകൾ, ഇതൊന്നും CI എടുത്തില്ല. അവിടെ ഫിംഗർ പ്രിന്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു, അതും എടുത്തില്ല. ആ ബെഡ്ഷീറ്റ് അതേപടി ചുരുട്ടിക്കൂട്ടി എടുത്ത് ഫോറൻസിക്കിന് അയക്കുകയാണ് ചെയ്തത്. DNA ഫിംഗർ പ്രിന്റിങ് ഇതിനകത്ത് നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഷീറ്റിനുണ്ടായിരുന്ന ബ്ലഡ്, ആ ഡ്രൈഡ് ബ്ലഡ് അല്ലെങ്കിൽ ഹെയർ പ്രതിയുടെ ആയിട്ട് മാച്ച് ചെയ്തേനെ. പ്രതിയെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ അറിവില്ലാത്തതുകൊണ്ടായിരിക്കണം അതൊന്നും CI എടുത്തില്ല. അയാളെ പ്രൊമോട്ട് ചെയ്ത് CI ആക്കാൻ യോഗ്യനല്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രാഥമികമായ എവിഡൻസുകൾ പോലും എടുക്കാൻ കഴിവില്ലാത്തൊരു CI ആയി. അത് രാഷ്ട്രീയം കൊണ്ടാണോ, രാഷ്ട്രീയ ചേരിതിരിവ് കൊണ്ടാണോ അത് എടുക്കാതെ പോയത്? ഈ പെൺകുട്ടിയുടെ പിതാവിനെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയുടെ സഹോദരൻ പാൽരാജ് റോഡിലിട്ട് കുത്തി, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കേസിലെ അന്വേഷണം വികലമായ അന്വേഷണമായിരുന്നു. അതിനകത്ത് DYSP അന്വേഷിക്കേണ്ട കേസ് CI കൊണ്ട് അന്വേഷിപ്പിച്ചു. SC/ST വകുപ്പ് ഇതിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ അത് DYSP ആണ് അന്വേഷിക്കേണ്ടത്. അയാൾ അന്വേഷിച്ചില്ല. CI വികലമായ രീതിയിൽ പാർട്ടിയുടെ പ്രതി പാർട്ടിക്കാരനായോണ്ട് സഹായിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു. കട്ടപ്പന പോക്സോ കോടതിയിൽ 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തു, കേസ് വിസ്തരിച്ചു, പ്രതിയെ വെറുതെ വിട്ടു. തെളിവിന്റെ അഭാവത്തിൽ പ്രതിയെ വെറുതെ വിട്ടു. 6 വയസ്സുകാരി പെൺകുട്ടിയുടെ ജീവനെടുത്തവനെയാണ് പ്രതിയെന്ന് പോലീസിനറിയാം, നാട്ടുകാർക്കറിയാം. പക്ഷേ കോടതി വിടേണ്ടി വന്നു. അയാൾക്ക് എതിരായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ വന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസ് പോക്സോ കോടതിയിൽ അക്വിറ്റ് ചെയ്തു. പ്രതി ഇറങ്ങിപ്പോയി. ധാർമ്മിക രോഷം ഉണ്ടായി ആ കോടതിയുടെ പരിസരത്ത് ബന്ധുക്കളും ഈ കുട്ടിയുടെ ബന്ധുക്കൾക്കും മറ്റും. പോലീസ് അയാളെ ജീവൻ രക്ഷപ്പെടുത്താൻ അയാളെയും കൊണ്ട് ഓടുന്നതൊക്കെ നമ്മൾ CCTVയിലെ ദൃശ്യത്തിൽ കണ്ടു. പ്രതിയെ വിട്ടു എന്നറിഞ്ഞപ്പം തന്നെ പ്രതിയെ ആക്രമിക്കാൻ നാട്ടുകാരും കുട്ടിയുടെ ബന്ധുക്കളും അയാളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി അയാളെ കൊണ്ട് പോലീസ് ഓടുന്ന ദൃശ്യം വരെ കണ്ടു.
ഒരു കേസിന്റെ അന്വേഷണം വികലമായാൽ എന്താണ് സമൂഹത്തിൽ നടക്കാൻ പോകുന്നതെന്ന് അറിവില്ലാത്ത സർക്കിൾ ഇൻസ്പെക്ടർ DYSP ആയിരുന്നു അവിടെ ഇരുന്നത്. അവരിപ്പോഴും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. അവരെ പറഞ്ഞുവിടണം. അന്ന് ഈ കേസ് എന്തായാലും ഈ കേസിന്റെ അപ്പീല് 6 വയസ്സുകാരിയെ നഷ്ടപ്പെട്ടു. നമുക്ക് പ്രതി സുഖമായിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഏതായാലും ഗവൺമെന്റ് അപ്പീൽ കൊടുത്തു. അതിശക്തമായ ഇടപെടലാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. വികലമായ അന്വേഷണവും അന്വേഷണത്തിൽ പാളിച്ചകളും പ്രതിയെ സഹായിക്കാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയതെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. ഇപ്പൊ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു ഓർഡർ വന്നിരിക്കുന്നു. ആ പ്രതി പോക്സോ കോടതിയിൽ ഹാജരാകണം 10 ദിവസത്തിനകം. വിട്ടുപോയ കേസാണെന്ന് വിചാരിച്ചോണം. ഹൈക്കോടതിയുടെ അതിശക്തമായ നടപടിയാണ് ഇതിന്റെ പിന്നില്. ആ പ്രതി പോക്സോ കേസിൽ പ്രതിയായ വ്യക്തി അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിലെ 10 ദിവസത്തിന് ഹാജരാകണം. 50,000 രൂപയുടെ ബോണ്ട് വെക്കണം. വിദേശത്ത് പോകില്ല എന്ന് കോടതിയിൽ ഉറപ്പ് കൊടുക്കണം. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ കളക്ട് ചെയ്യാതെ നശിപ്പിച്ചതാണ്. അതുകൊണ്ട് നീതി ലഭിച്ചില്ല കുട്ടിക്കും കുട്ടിയുടെ വീട്ടുകാർക്കും പൊതുജനങ്ങൾക്കും. കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കോടതി സുപ്രധാനമായ ഈ കേസിനകത്ത്, ഈ വിട്ടുപോയ പോക്സോ കേസിനകത്ത് എടുത്ത തീരുമാനം ശ്ലാഘിക്കാതിരിക്കാൻ കഴിയില്ല. അത് ഒരു കോടതിയുടെ തീരുമാനം ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം. ഇത് അപ്പീലല്ല പരിഗണിക്കേണ്ടത്, ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അന്നേ നാട്ടുകാരത് പറഞ്ഞു. വികലമായ അന്വേഷണം നടത്തി പ്രതിയെ വിട്ട കേസിൻ്റെ അകത്ത് ഇനി അതിനകത്ത് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ആ കേസിന്റെ 20 ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഒബ്ജക്റ്റുകളെല്ലാം കോടതികളിലുണ്ട്. പുതിയ അറിവുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യണം. പ്രതിയുടെ ഫിംഗർ പ്രിന്റ് ആ സ്പോട്ടിൽ നിന്ന് ലഭിക്കുമായിരുന്നു, അത് ഇല്ലാതാക്കി. ഇതിനകത്ത് ഈ കേസ് വികലമായി അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അടിയന്തര നടപടിയും വേണം. കോടതി, എനിക്ക് തോന്നുന്നത് കോടതിയുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. എങ്കിലും ഈ നടപടിയിൽ നിന്നൊരു കാര്യം വ്യക്തമായി. ഇതിനകത്ത് പ്രതിഭാഗം അഡ്വക്കേറ്റ് ആയി വന്ന ആളും അദ്ദേഹത്തിന്റെ ഒരു വികലമായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം പ്രതിയെ സഹായിക്കാൻ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്. പ്രതിയെ വിടിയിക്കേണ്ട ഉത്തരവാദിത്തം വക്കീലിനുണ്ട്. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കേസ് വളരെ മോശമായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കേസായിരുന്നു. പ്രതിയുടെ DNA എടുത്തിട്ട് ആ ബെഡ്ഷീറ്റിൽ അവിടെ നിന്ന് കിട്ടിയ ആ ബ്ലഡ് സ്റ്റെയിൻസ് കമ്പയർ ചെയ്തില്ല. വളരെയധികം പാളിച്ചകൾ വന്ന കേസാണിത്. കേരളത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു കേസ് അല്ലെങ്കിൽ പെർഫെക്റ്ററി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതായിട്ട് നമ്മളാരും കണ്ടിട്ടേ ഇല്ല. ഏരിയ കമ്മിറ്റി മുൻ മെമ്പറുടെ മകനാണ് പ്രതി. അഡ്വക്കേറ്റ് ജ്യോതി സാഗർ പ്രതിക്ക് വേണ്ടി കോടതി ഹാജരായെങ്കിലും അദ്ദേഹം കോടതി പറഞ്ഞെന്നാ പറയുന്നത് ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് തടസ്സമില്ല. കാരണം അദ്ദേഹത്തിന്റെ വാദഗതി ഈ പ്രതിയല്ല വേറെ പ്രതിയാണ് എന്നുള്ള ഒരു ധ്വനി അതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഏതായാലും അൺനാച്ചുറൽ ഒഫൻസ് ഇതിനകത്തുണ്ടായിരുന്നു. SC/ST വകുപ്പ് കേസ് ഇതിനകത്തുണ്ടായിരുന്നു. ചെറിയൊരു ജനലിക്കൂടി പ്രതി രക്ഷപ്പെട്ടു പോയെന്നാണ് പോലീസിന്റെ കണ്ടെത്തല്. എന്തുകൊണ്ട് ആ പ്രതിയുടെ ഫിംഗർ പ്രിന്റ് എടുത്തില്ല? സർവത്ര രംഗത്തും പാളിച്ചകളാണ്. ഒരു അന്വേഷണം എങ്ങനെയാണ് വഴിതെറ്റിച്ച് വിടാൻ കഴിയുന്നതെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാവും. പ്രാഥമികമായി പോലീസ് എടുക്കേണ്ട പല സയന്റിഫിക് എവിഡൻസും ഇതിനകത്ത് എടുത്തിട്ടില്ല. എന്തായാലും കോടതി ഒരു പുതിയൊരു അന്വേഷണം, ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കോടതിയുടെ നീക്കം പോക്സോ കേസുകളിൽ സാധാരണ കാണാത്ത ഒരു നീക്കം തന്നെയാണ്. പോക്സോ കേസുകൾ നമുക്കറിയാം, മിക്കവാറും ഉള്ള പോക്സോ കേസുകൾ ശിക്ഷിക്കപ്പെടുന്നതാണ് കാണുന്നത്. കൊച്ചുകുട്ടികളെ കൊന്നിട്ട് മിടുക്കരായി പോകുന്ന പ്രതികളെ പുറകെ കോടതി ഉണ്ടാവും. ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. എവിടെയാണ് പോലീസിന് തെറ്റിയത്? ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കേണ്ടി വരും.
കാരണം വികലമായി അന്വേഷിച്ച് പെർഫമഞ്ചറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി കേസ് നിരപരാധിയായ അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കയായ അല്ലെങ്കിൽ മാലാഖ പോലെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് ആ കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടി എടുക്കാൻ കഴിയില്ല. ആ രീതിയിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ഈ കേസിനകത്ത് പ്രതിയാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കേസിൽ. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ 10 ദിവസത്തിനകം പ്രതി പോക്സോ കോടതിയിൽ ഹാജരായി അവിടുന്ന് ബോണ്ട് വെച്ച് വിദേശത്ത് പോകില്ല എന്ന് ഉറപ്പുവരുത്തി അവിടുന്ന് ജാമ്യത്തിൽ പോകണം. അത്തരം കാര്യങ്ങൾക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിശോധിക്കും. അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉത്തരവുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്.